എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷൂട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഷൂട്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് സ്റ്റെം, ലീഫ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പോൾ ഇതിലാദ്യം സ്റ്റെമ്മിൻ്റെ മോർഫോളജി നോക്കാം. അപ്പോൾ സ്റ്റെമ്മിൽ ലീഫ് അറ്റാച്ച് ചെയ്യുന്ന ഈ പോയിൻറ്റിനെ നോഡെന്ന് പറയുന്നു. ഇത് അടുത്ത നോഡാണ്. അപ്പോൾ ഈ രണ്ട് നോഡുകൾക്കിടയ്ക്കുള്ള സ്ഥലമാണ് ഇൻ്റർ നോഡ്. ഇത് പർവ്വം, പർവാന്തരം. ഇനി ലീഫും സ്റ്റെമ്മും കൂടെ ചേരുന്ന ഭാഗത്ത് ആക്സിൽ എന്ന് പറയുന്നു. അപ്പോൾ ഈ ആക്സിലിൽ കാണുന്ന ബഡാണ് ആക്സിലറി ബഡ്, ടെർമിനലായിട്ട് കാണുന്ന ബഡ് ടെർമിനൽ ബഡാണ്. അപ്പോൾ പ്രധാനമായിട്ടും എത്ര തരത്തിലുള്ള ബഡ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ആക്സിലറി ബഡ്, ടെർമിനൽ ബഡ്, അപ്പോൾ അതുപോലെ തന്നെ ഈ നോഡിൽ നിന്നും മറ്റ് ഭാഗത്ത് നിന്ന് ആക്സിലിൽ നിന്നല്ലാതെ ബഡ്സ് വരാം. അപ്പോൾ അതിന് നമ്മൾ അസസറി ബഡ്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ലീവ്സിൽ നിന്നും റൂട്ട്സിൽ നിന്നുമൊക്കെ ബഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ അഡ്വൻറ്റേഷ്യസ് ബഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ ഗ്രീൻ കളറാണ്. അവർ യങ് സ്റ്റേജിൽ സ്റ്റെമ്മിന് ഗ്രീൻ കളർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. ഇനി അതുകൂടാതെ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, അതുപോലെ ഈ ഇലകളെയും പൂക്കളെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, പിടിച്ചു നിർത്തുക, ലീഫിനെ ഇങ്ങനെ സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആക്കുക, ഇതെല്ലാമാണ് സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ സസ്യങ്ങളുടെയും സ്റ്റെം ഒരുപോലെയാണോ? അല്ല. ഇപ്പോൾ ഇവിടെ രണ്ട് സസ്യങ്ങൾ, ഇത് ഗുവാവ അല്ലെങ്കിൽ പേരയാണ്, ഇത് പാഷൻ ഫ്രൂട്ടാണ്, പാസിഫ്ലോറ. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് സ്റ്റെംഡ് പ്ലാന്റ് ആണ്, ഇത് വീക്ക് സ്റ്റെംഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ദുർബലകാണ്ഡ സസ്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ നേച്ചർ ഓഫ് സ്റ്റെം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ചില സസ്യങ്ങളുടെയൊക്കെ കാണ്ഡം വളരെ മൃദുവായ കാണ്ഡമായിരിക്കും, ചിലത് കുറേ കൂടെ കട്ടിയുള്ളതായിരിക്കും, ചിലതാണെങ്കിലോ നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ ഈ സോഫ്റ്റ് സ്റ്റെംഡ് പ്ലാന്റ്സ് നമ്മൾ സാധാരണ പറയുന്നത് ഹെർബ്സ് ആണ്. അപ്പോൾ അതിനെ ഹെർബ്സ്, ഷ്രബ്സ്, ട്രേസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഹെർബ്സിലാണെങ്കിൽ അത് മൃദുകാണ്ഡ സസ്യങ്ങളാണ്, അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതേസമയം കുറച്ചുകൂടെ കട്ടിയുള്ള സ്റ്റെമ്മുള്ളതാണ് ഷ്രബ്സ് അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ. അതിനേക്കാളും വലിയ പ്ലാന്റ്സ് ആണ്, വുഡി സ്റ്റെംഡ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ, അതായത് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ അനുസരിച്ചും സസ്യങ്ങളെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഇപ്പോൾ ചില സസ്യങ്ങളാണെങ്കിൽ കുറച്ച് നാളുകൾ, ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒക്കെ മാത്രമേ ജീവിച്ചിരിക്കുന്നു. ആഴ്ചകളോളം ജീവിച്ചിരിക്കുന്ന ഇത്തരം സസ്യങ്ങളെ നമ്മൾ എഫിമറൽസ് എന്ന് പറയുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പുഷ്പിച്ച് അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി അത് നശിച്ചു പോകുന്നു. ഇനി കുറേ മറ്റ് ചില സസ്യങ്ങളാണെങ്കിൽ ഒരു വർഷമൊക്കെ ജീവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സീസൺ. അപ്പോൾ അതിനെ നമ്മൾ ആനുവൽസ് എന്ന് പറയുന്നു. ഇനി ചിലത് 2 വർഷം കൊണ്ടായിരിക്കും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബൈനിയൽസ് എന്ന് പറയുന്നു. ഇനി ചില പ്ലാന്റ്സ് ആണെങ്കിൽ ധാരാളം വർഷം കൊണ്ടായിരിക്കും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പെരീനിയൽസ്. അപ്പോൾ പെരീനിയൽസിൽ തന്നെ ഒറ്റ പ്രാവശ്യം മാത്രം പൂക്കുന്ന സസ്യങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണം നമുക്കറിയാം മുള അല്ലെങ്കിൽ ബാമ്പു. അപ്പോൾ അങ്ങനെയുള്ളത് മോണോകാർപ്പിക് പ്ലാന്റ്സ് ആണ്. ഇനി അടുത്തത് ഇപ്പോൾ മാംഗോ അല്ലെങ്കിൽ കോക്കനട്ട്, ഇതൊക്കെ ധാരാളം വർഷം ജീവിച്ചിരിക്കുന്ന സസ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സസ്യങ്ങൾ അതിന് പോളികാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെം നേച്ചർ വെച്ച് പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് നമുക്ക് സ്റ്റെം മോഡിഫിക്കേഷൻസ് പരിശോധിക്കാം. അപ്പോൾ സ്റ്റെം മോഡിഫിക്കേഷൻസിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ മണ്ണിന് മുകളിൽ മാത്രമാണോ സ്റ്റെം കാണുന്നത്, അല്ല മണ്ണിനടിയിൽ സ്റ്റെമ്മുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളെന്ന് പറയുന്നു. അപ്പം ഭൂഖണ്ഡങ്ങൾ പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊട്ടറ്റോ, അതുപോലെ തന്നെ അമർഫോഫാലസ് അല്ലെങ്കിൽ എലിഫൻറ്റ് ഫ്രൂട്ട് യാം, പിന്നെ അതുപോലെ ഓണിയൻ, ജിഞ്ചർ, കുർക്കുമ, ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് സബ് ഏരിയൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. സബ് ഏരിയൽ മോഡിഫിക്കേഷൻ, അതുപോലെ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് റൈസോം, കോം, സ്റ്റെം ട്യൂബർ, ബൾബ് തുടങ്ങിയവയാണ്. അപ്പോൾ ആദ്യം നമുക്ക് റൈസോം എന്താണെന്ന് പരിശോധിക്കാം. റൈസോമിൽ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഹൊറിസോണ്ടലായിട്ടായിരിക്കും. അപ്പോൾ ഇത് മഞ്ഞളാണ്, അതായത് കുർക്കുമ അല്ലെങ്കിൽ ടർമറിക് എന്ന് പറയും. ഇതിൽ നിന്ന് റൂട്ട്സൊക്കെ എറേസ് ചെയ്യുന്നുണ്ട്. നോഡ്, ഇൻ്റർനോഡ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. സ്കെയിൽ ലീവ്സും കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സിഞ്ചിബർ അല്ലെങ്കിൽ ഇഞ്ചിയിൽ, അപ്പോൾ ഇഞ്ചിയിൽ ജിഞ്ചർ. അപ്പോൾ അവിടെ ഈ ഓരോ ഇത് വര പോലെ കാണുന്നതെല്ലാം അതിൻ്റെ നോഡാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസാണ് ഇൻ്റർനോഡ്. അപ്പോൾ അവിടെയെല്ലാം ഈ സ്കെയിൽ ലീവ്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ റൂട്ട്സ് എറേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനാണ് നമ്മൾ റൈസോം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റെം ട്യൂബർ. അപ്പോൾ സ്റ്റെം ട്യൂബറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ പൊട്ടറ്റോ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ഡിപ്രഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഡിപ്രഷൻസ്, അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ നിന്നാണ് ഈ ബഡ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു സ്കെയിൽ ലീഫ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെ നമ്മൾ ഐസ് എന്നാണ് അതിന് കോമൺ ആയിട്ട് പറയുന്നത്.
അപ്പോൾ അവിടെ ഈ സ്റ്റെം ട്യൂബർ, ഇപ്പം ഏതൊരു പാർട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിനെയും നമ്മളതിനെ ട്യൂബർ എന്ന് പറയും. റൂട്ട് ട്യൂബറും ഉണ്ട്, സ്റ്റെം ട്യൂബറും ഉണ്ട്. അപ്പോൾ സ്റ്റെം ട്യൂബറിന് എക്സാമ്പിളാണ് പൊട്ടറ്റോ. ഇനി അടുത്തതെന്ന് പറയുന്നത് കോമാണ്. അപ്പോൾ കോം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അമർഫോഫാലസ് അല്ലെങ്കിൽ എലിഫൻറ്റ് ഫ്രൂട്ട് യാം, ചേന. അപ്പോൾ അതുപോലെ തന്നെ കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ ചേമ്പാണ്. ഇനി അടുത്ത ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനാണ് ബൾബ്. അപ്പോൾ ഇതിൻ്റെ ബൾബ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ പുറമേ കാണുന്ന ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്നത് സ്കെയിൽ ലീവ്സ് തന്നെയാണ്. ഇതാണ് ശരിക്കും അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഡ്രൈ സ്കെയിൽ ലീവ്സാണ് പുറമേ കാണുന്നത്. ഇതിനകത്തോട്ട് നമ്മളത് പൊളിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഫ്ലഷി സ്കെയിൽ ലീവ്സാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലീഫാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് നമ്മളിവിടെ ഇതിങ്ങനെ റൂട്ട്സ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ ഈ റൂട്ട്സ് ഇത് അകത്ത് കാണുന്ന ഒരു ചെറിയ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ മാത്രമാണ് അതിൻ്റെ സ്റ്റെം. അപ്പോൾ ഇതൊക്കെ ഔട്ടർ ഡ്രൈ സ്കെയിൽ ലീവ്സും അതിനുള്ളിൽ നമ്മൾ ഈ കഴിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്ലഷി സ്കെയിൽ ലീവ്സാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക് ഷേപ്പ് സ്റ്റെമ്മുണ്ട്, ചെറിയ അതിൻ്റെ ഒരു ഇത്രയും ഭാഗം കാണുന്നത് മാത്രമേ ഉള്ളൂ സ്റ്റെം എന്ന് പറയുന്നത്. അതിൽ നിന്ന് റൂട്ട്സ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിലുള്ളത്. സബേരിയൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉള്ളത് റണ്ണേഴ്സ്, ഓഫ്സെറ്റ്സ്, സ്റ്റോളൻ, സക്കേഴ്സ് തുടങ്ങിയവയാണ്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇത് ഇൻ്റർനോഡാണ്. അപ്പോൾ ഇതൊരു നോഡാണ്, ഇത് അടുത്ത നോഡ്. അപ്പോൾ ഇത് ഇൻ്റർനോഡ്. ഈ നോഡ്സിൽ നിന്ന് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ നോഡ്സിൽ നിന്നും ലീവ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർനോഡെന്ന് പറഞ്ഞാൽ വളരെ സ്ലെൻഡറാണ്, ലോങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സബേരിയൽ മോഡിഫിക്കേഷനാണ് റണ്ണേഴ്സ്. അപ്പോൾ എക്സാമ്പിളായിട്ട് സെൻഡല എന്ന് പറഞ്ഞാൽ കൊടങ്ങൽ. ഇനി അടുത്തത് ഓഫ്സെറ്റ്സിലും ഇതുപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇൻ്റർനോഡ്സ് എന്ന് പറയുന്നത് വളരെ തിക്കാണ്, ഷോർട്ടാണ്. എക്സാമ്പിൾ പിസ്റ്റിയ, അതുപോലെ തന്നെ ഐക്കോർണിയ. പിസ്റ്റിയ എന്ന് പറഞ്ഞാൽ മുട്ടപ്പായൽ, ഐക്കോർണിയ കുളവാഴ, വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സക്കേഴ്സാണ്. അപ്പോൾ സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നും തന്നെ ഒരു പഡ് മുകളിലേക്ക് വന്ന് അപ്പോൾ അതൊരു പുതിയ പ്ലാന്റായിട്ട് മാറുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പ്ലാന്റെയിൻ അല്ലെങ്കിൽ ബനാന, മ്യൂസ എന്ന് പറയുന്നത് വാഴ, അതുപോലെ തന്നെ ക്രൈസാന്തിമം തുടങ്ങിയവയൊക്കെയാണ് സക്കേഴ്സിന് എക്സാമ്പിൾ. ഇനി അടുത്തത് സ്റ്റോളൻസ്. അപ്പോൾ സ്റ്റോളൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ആദ്യം ഏരിയൽ ഗ്രോത്ത് ആയിരിക്കും. കുറച്ച് വളർന്നതിന് ശേഷം അതിൻ്റെ ടിപ്പ് താഴേക്ക് വന്ന് അത് മണ്ണിൽ കോണ്ടാക്റ്റ് വരികയും അവിടെ നിന്ന് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് നമുക്ക് കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് ജാസ്മിനാണ്, മുല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റോളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാറ്റഗറി ഓർത്തിരിക്കുക. റണ്ണേഴ്സ്, അപ്പോൾ റണ്ണേഴ്സിൻ്റെ തന്നെ വളരെ തിക്ക് അല്ലെങ്കിൽ ഷോർട്ട് ഇൻ്റർനോഡ്സ് വരുമ്പോൾ അത് ഓഫ്സെറ്റായി. സക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് തന്നെ ഗ്രോത്ത് വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വന്ന് വീണ്ടും അതൊരു പുതിയ സസ്യമായിട്ട് മാറുന്നു. സ്റ്റോളൻസിൽ ഏരിയൽ ഗ്രോത്ത് വന്നിട്ട് പിന്നെ അതിൻ്റെ ടിപ്പ് വന്ന് മണ്ണിലേക്ക് വന്ന് അതിൽ നിന്ന് റൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് പുതിയ പ്ലാന്റായിട്ട് മാറുന്നു. ഇത്രയാണ് സബേരിയൽ മോഡിഫിക്കേഷൻസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ചില ക്രീപ്പേഴ്സ് ഉണ്ട്. ക്രീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെയും ഈ റൂട്ട്സ് നോട്ട്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ട്രെയിലേഴ്സ്. അപ്പോൾ നോട്ട്സിൽ നിന്നും റൂട്ട്സ് ഒന്നും വരുന്നില്ല എങ്കിൽ അതിനെ ട്രെയിലേഴ്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് നോക്കാവുന്നത് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം ശരിക്കും ചിലപ്പോൾ ലീഫിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയൊക്കെ ഏരിയൽ സ്റ്റെം മോഡിഫൈ ചെയ്തിരിക്കും. ഇനി നമുക്ക് ഏരിയൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഏരിയൽ മോഡിഫിക്കേഷൻസിൽ പ്രധാനമായിട്ടും കാണുന്നത് ടെൻഡ്രിൽസ്, അതുപോലെ തന്നെ തോൺസ്, അത് ഫില്ലോക്ലാഡ് അല്ലെങ്കിൽ ക്ലാഡോഫിൽ, അതുപോലെ ക്ലാഡോഡ് തുടങ്ങിയവയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ടെൻഡ്രിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് പാസിഫ്ലോറ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ അതൊരു വീക്ക് സ്റ്റെംഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് സപ്പോർട്ടിൽ കയറണമെങ്കിൽ ഇതുപോലെ അതിൻ്റെ ആക്സിലറി ബഡ് ഡെവലപ്പ് ചെയ്ത് ഒരു ടെൻഡ്രിൽ അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ചില സസ്യങ്ങളിൽ ടെർമിനൽ ബഡായിരിക്കും അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സിലെല്ലാം ഇതേപോലുള്ള ടെൻഡ്രിൽസ് കാണപ്പെടുന്നുണ്ട്. മിക്കവാറും സസ്യങ്ങളിലെല്ലാം ഇതുപോലുള്ള ടെൻഡ്രിൽസ് കാണുന്നുണ്ട്. ഇനി അടുത്തത് തോൺസ് ആണ്. അപ്പം ബൊഗെയിൻ വില്ലയിൽ ഇവിടെ സ്റ്റെമ്മിൻ്റെ പാർട്ട് തന്നെ തോൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എൻഡോജീനിയസ് ഒറിജിനാണ്. അപ്പോൾ അതുതന്നെ അതിന് വാസ്കുലർ ഇതായിട്ട് കണക്ഷനുണ്ട്. ഇപ്പോൾ ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയും അതുപോലെ തന്നെ ക്ലൈംബ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് ചില പ്ലാന്റ്സിൽ വാട്ടർ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ സീറോഫിറ്റിക് പ്ലാന്റ്സ്, മരുഭൂമിയിലൊക്കെ കാണുന്ന സസ്യങ്ങളിൽ
സ്റ്റെം അവിടെ ഒരു ലീഫ് പോലെയുള്ളൊരു സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു, ഓപ്പൻഷ്യ. അപ്പോൾ ഇവിടെ സ്റ്റെം ഇങ്ങനെ ഫ്ലാറ്റ് ആൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചറായിട്ട്, ഇതൊന്നും ലീഫല്ല, ഇതതിൻ്റെ മോഡിഫൈഡ് സ്റ്റെമ്മാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇവിടെ എല്ലാം സ്കെയിൽ ലീവ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ ലീഫ് റിഡ്യൂസ് ചെയ്ത് ഒരു സ്കെയിൽ ലീഫായിട്ട് മാറി. അപ്പോൾ ഇത് സ്കെയിൽ ലീഫെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചില സസ്യങ്ങളാണെങ്കിൽ അത് പിന്നെ സ്പൈൻസ് അല്ലെങ്കിൽ മുള്ള് പോലെ ആയിരിക്കും, അതിൻ്റെ ലീഫ് അങ്ങ് റെഡ്യൂസ് ചെയ്ത് സ്പൈൻസ് പോലെ ആകും. ആ സ്റ്റെം അവിടെ ഫ്ലാറ്റൻ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നത് മോഡിഫൈഡ് സ്റ്റെമ്മാണ്. ഇത് ഇപ്പോൾ ഇവിടെ ഓരോന്നും കാണുന്നത് ഇവിടുത്തെ ഇൻ്റർനോഡാണ്, ഇത് ഓരോന്നും കാണുന്ന നോഡാണ്. അവിടെ ലീവ്സ് ഉണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയി. അപ്പോൾ അത് വേറൊരു എക്സാമ്പിളാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ അവിടെയും ഈ മുള്ള പോലെ കാണുന്നത് അത് സ്പൈൻസാണ്, ലീഫാണ് ഇവിടെ റെഡ്യൂസ് ചെയ്ത് സ്പൈൻസായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെ സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷൻ നടത്തുന്നത് ഈ മോഡിഫൈഡ് ലീഫിൻ്റെ ഫംഗ്ഷൻ നടത്തുന്നത് മോഡിഫൈഡ് സ്റ്റെമ്മാണ്. അപ്പോൾ ഇനി അടുത്തത് ക്ലാഡോഡാണ്. അപ്പോൾ ക്ലാഡോഡ് എന്ന് പറയുമ്പം അസ്പരാഗസ് അല്ലെങ്കിൽ ശതാവരിയിൽ അവിടെ ഒരു ഇൻ്റർനോഡ് ഒരു സിക്കിൾ ലീഫ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്നു കാണാം. അത് ശരിക്കും ലീഫല്ല, അതിൻ്റെ ഇൻ്റർനോഡാണ്. അപ്പോൾ അത് സ്റ്റെം മോഡിഫൈ ചെയ്ത് അവിടെ ലീഫ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അതും ഈ ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സസ്യസേചനത്തിൻ്റെ നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള സ്റ്റെം മോഡിഫിക്കേഷൻസ്.